കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് വൈദ്യുതിയും കേരളവുമാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സ്ഥിതി, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ ഇതര സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. വൈദ്യുതിയുടെ കാര്യവും ഭിന്നമല്ല. ഏതാണ്ട് 80% വൈദ്യുതിയും കേന്ദ്രത്തിൽ നിന്നും സ്വകാര്യ ഏജൻസികളിൽ നിന്നുമാണ് നമ്മൾ വാങ്ങുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നിലയിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ നമുക്കറിയാം കനത്ത ചൂടാണ്, വൈദ്യുതി ഉപയോഗം ബെല്ലും ബ്രേക്കും ഇല്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ പുതിയ വൈദ്യുതി നയമൊക്കെ, പുതിയ ബില്ലൊക്കെ വരികയാണ്. അതിൻ്റെ ചർച്ചകളും വ്യാപകമായി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമൂഹം ഈ വൈദ്യുതി ഉപയോഗം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? ഈ വൈദ്യുതി ഉപയോഗം വലിയ സാമ്പത്തിക ബാധ്യതകൾ ചെറിയ കൊച്ചു വീടുകളിൽ പോലും വരുത്തുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വൈദ്യുതി ഉപയോഗത്തെ എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ സ്വയം വൈദ്യുതി ഉപയോഗിക്കാൻ എങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്താം എന്ന ഒരു ചിന്തക്ക് തുടക്കം കുറിക്കുകയാണ് നേർരേഖ ഈ എപ്പിസോഡിൽ ശ്രമം നടത്തുന്നത്. പണ്ട് നമ്മുടെ അരിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മൾ പരമാവധി വിതച്ചും കൊയ്തുമൊക്കെ നമ്മൾ ഭക്ഷിച്ചിരുന്നത്. കാലം മാറിയപ്പോൾ അരി അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. എന്നാൽ ഈ മാറുന്ന കാലത്തിൽ എന്തുകൊണ്ട് വൈദ്യുതി നമുക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചുകൂടാ? ഓരോ വീട്ടിലും ആവശ്യമായ വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. കാറ്റിൽ നിന്നും വെള്ളത്തിൽ നിന്നും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൽ നിന്നും ചാണക വെള്ളത്തിൽ നിന്നും പോലും വൈദ്യുതി ഉണ്ടാക്കാവുന്ന ടെക്നോളജികൾ, സോളാർ, അതുപോലെ സൗരോർജ സംവിധാനങ്ങൾ, അങ്ങനെ പല വഴികളാണ് വൈദ്യുതി നിർമ്മിക്കാനായി ഇന്ന് ലോകത്ത് തുറന്ന് നൽകിയിട്ടുള്ളത്. ചാണകം കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള വലിയ റിസർച്ചൊക്കെ നടന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മലയാളികളുടെ മനസ്സ് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ഈ നേർരേഖയിലൂടെ ലക്ഷ്യമിടുന്നത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 പേർ ഈ നേർരേഖയിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനകത്ത് വൈദ്യുതി ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അദ്ദേഹം KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ശ്രീ പി ജയപ്രകാശ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ സോളാർ വിദഗ്ധൻ, നമുക്കറിയുന്ന സോളാർ നമ്മൾ ആശ്രയിക്കേണ്ട പ്രധാന സൗരോർജ്ജം, നമുക്ക് അത്യാവശ്യം നല്ല ചൂട് കേരളത്തിൽ ഉള്ള ഒരു നാടാണ്, അതുകൊണ്ട് തന്നെ സോളാർ എങ്ങനെ ഉപയോഗിക്കാം വിദഗ്ധൻ ശ്രീ PJ മാത്യു. അതുപോലെ ആർക്കിടെക്ട് ട്രിപ്പിൾ ഹാൻഡ് സ്റ്റുഡിയോയിൽ നിന്ന് അശ്വന്ത് ദിനേഷ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ശ്രീ പി ജയപ്രകാശിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗം ഇപ്പോൾ ഏറ്റവും പീക്കിലാണ്. വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നു, പക്ഷേ ഭാഗ്യം ഇപ്പോൾ നമ്മൾ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഒന്നും ഇല്ലാതെ കേരളം മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ഈ അവസ്ഥയിൽ, ഈ കനത്ത ചൂടിൽ കേരളത്തിൻ്റെ വൈദ്യുതിയുടെ, നമ്മുടെ കയ്യിൽ എത്ര വൈദ്യുതി ഉണ്ട്, എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? പ്രാഥമികമായ ഒരു ചോദ്യം അത് തന്നെ ആയിക്കോട്ടെ. അതെ, അതായത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ വൈദ്യുതി ഉപയോഗ രീതി ഓരോ വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ സമയത്തും നമ്മൾ മാറ്റി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഉപകരണങ്ങൾ വൈദ്യുതിയിലേക്ക് മാറുന്നുണ്ട്. ആളോഹരി വൈദ്യുതി ഉപഭോഗവും അതിനനുസരിച്ച് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ സാർ ചോദിച്ചൊരു ചോദ്യം, അത് എത്ര മാത്രം വൈദ്യുതി നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വൈദ്യുതി അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ KSEBയെ സംബന്ധിച്ചിടത്തോളം KSEBയുടെ സ്വന്തം വൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും നമുക്കറിയാം ജലവൈദ്യുത നിലയങ്ങളാണ്. നമുക്കൊരു 2000 മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത നിലയങ്ങൾ കേരളത്തിലാകെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം ജലവൈദ്യുത നിലയത്തിൻ്റെ ശേഷി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വെച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഓരോ ദിവസവും നമ്മൾ ഡിമാൻഡിൽ പുതിയ റെക്കോർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കൺസംഷനിലും അതുപോലെ തന്നെ റെക്കോർഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 82% വൈദ്യുതിയും നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 18% വൈദ്യുതി മാത്രമാണ് ആഭ്യന്തരമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 111 ആ നിലയിലേക്ക് വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിച്ചു. അപ്പോൾ അതിൽ നമുക്ക് വളരെ ചെറിയൊരു ഷെയർ മാത്രമേ നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 20% ശരാശരി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 20% വൈദ്യുതി നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കുകയും 80% വൈദ്യുതി ഇന്നത്തെ നിലയിൽ പുറത്തുനിന്ന് കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഇപ്പോഴത്തെ കണക്കിൽ നമുക്കൊരു അടുത്ത ഒരു ജലവർഷം എന്നുള്ള രീതിയിലാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. മഴ ജൂൺ 1-ാം തീയതി ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ജൂൺ 1-ാം തീയതി വരെ നമുക്ക് ഈ നിലയിൽ തുടരാനുള്ള ഒരു
സാധ്യത ഈ പറയുന്ന ഒരു 20% വൈദ്യുതി വലിയ രീതിയിൽ ഉപഭോഗം ഇനിയും വർദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ നിലക്ക് തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതെ അതെ അതെ, ഉറപ്പാണ് ഉറപ്പാണ്. രാത്രി ഇപ്പം പകലുള്ള അതേ ചൂട് തന്നെ രാത്രി മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ വർദ്ധിക്കുമെന്ന് തന്നെയല്ലേ കരുതുന്നത്? അതെ അതെ, അത് അപ്പൊ വൈദ്യുതിയുടെ ഷോർട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. അതായത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ആഭ്യന്തരമായിട്ട് ഉൽപ്പാദനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് 2 തരത്തിൽ വൈദ്യുതി എടുക്കും. ഒന്ന് ദീർഘകാല കരാറുകളുണ്ട്. അത് തന്നെ സെൻട്രൽ നിലയങ്ങളിൽ നിന്നുള്ള സ്റ്റേറ്റ് ഷെയർ എന്ന് പറഞ്ഞു, അതായത് ഗാഡ്ഗിൽ ഫോർമുല വെച്ച് നമുക്ക് അവകാശപ്പെട്ട ഒരു വൈദ്യുതിയുണ്ട്. അത് 1200 മെഗാവാട്ടോളം വൈദ്യുതിയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല അതെ അതെ അതെ, പോളിസിയുടെ പ്രശ്നമുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും പുതിയ നയങ്ങൾ വരുമ്പോൾ ഈ സ്റ്റേറ്റ് ഷെയർ അതൊക്കെ ഒരു ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ എഗ്രിമെന്റ് പ്രകാരം ഇല്ല, ആ നിലക്കുണ്ട്. പിന്നെയുള്ളത് നമുക്ക് ഹ്രസ്വകാല കരാറുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളിൽ അത്യാവശ്യം വൈദ്യുതി പ്രശ്നം വരുമ്പോൾ ആ നിലക്കും മീറ്റ് ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും കൊണ്ട് പ്രശ്നം തീരില്ല. അപ്പം അങ്ങനെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി കൂടി നമുക്ക് വാങ്ങിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാർക്കറ്റിലെ വൈദ്യുതിക്കുള്ള പ്രശ്നം അതിൻ്റെ വില നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് പകൽ സമയത്ത് 4 രൂപക്കൊക്കെ കറണ്ട് കിട്ടിയേക്കാം. പക്ഷേ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് മാക്സിമം എത്രയാണോ പരമാവധി 12 രൂപ എന്നുള്ളൊരു ക്യാപ്പിങ്ങിൽ വെച്ചത് കൊണ്ട് 12 രൂപയിലേക്ക് എത്തും. ആ ക്യാപ്പിംഗ് 20 രൂപയാക്കിയാൽ 20 ആയിരിക്കും റേറ്റ്. അപ്പോൾ ചെയ്യും മാർക്കറ്റിൽ ഓരോ 15 മിനിറ്റ് ഈ നേരത്തെ പറഞ്ഞ കരാർ. അതെ 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 അതെ, മാർക്കറ്റിലെ വൈദ്യുതിയുടെ വില അങ്ങനെയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ കരാർ, ദീർഘകാല കരാർ എന്ന് പറഞ്ഞാൽ നമുക്കത് ആ രീതിയിൽ ഫ്ലക്ച്വേഷൻ ഇല്ല. നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുന്ന നിരക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഈ അത് ജയപ്രകാശ് പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മിയും ഉരലും അലക്കുകല്ലൊക്കെ നമ്മൾ വിട്ടു, എല്ലാം യന്ത്രത്തിലേക്ക് പോയി. അപ്പോൾ ആ യന്ത്രത്തിനെ നമുക്ക് കൊണ്ടു നടക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ചെറിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട്, എളുപ്പമല്ല കാര്യങ്ങൾ. എന്തായാലും നമ്മളൊരു സോളാർ വിപ്ലവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ വീടുകളുടെ മുകളിലും പ്രധാനപ്പെട്ട നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉൾപ്പെടെ സ്വയം പര്യാപ്തതയിലാണ്. എന്നാൽ സോളാർ വിപ്ലവം എത്രമാത്രം, എങ്ങനെ, എങ്ങോട്ട്? മാത്യു പ്ലീസ്. ബേസിക്കലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്ത് പോകാനുള്ള ഒരു രീതിയിലോട്ടാണ് ഇപ്പം MNREയുടെ സ്കീമുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ജനങ്ങൾക്കൊരു പേടിയാണ്. ഇത് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ബോർഡ് ഉണ്ട്, അത് ഒരു ഇത്ര കിലോവാട്ട് കഴിഞ്ഞ് നമ്മൾ ഇത്ര ലക്ഷങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഇപ്പൊ ഇത്രയും വലിയ ഭീമമായ കറണ്ട് ബിൽ വരുന്നതിനെ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് ഇത് അവസാനം. അതായത് അത് ഒരു കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ടാണ് ഇതിങ്ങനെ ഇത്രയും ഇത് വെച്ചു. അത് കഴിയുമ്പോഴത്തേനും വീണ്ടും നമ്മൾ ഗ്രോസ് മീറ്ററിങ്ങിലോട്ട് വരാം, TOD റീഡിങ്ങിലോട്ട് വരാം. അതൊക്കെ വരുമ്പോഴത്തേനും വീണ്ടും അത് എത്രത്തോളം സാധാരണക്കാർക്ക് അത് ഒരു മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ച് ഇരിക്കുവാണ്. പ്ലസിലോട്ട് നോക്കുവാണെങ്കിൽ അല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ പൊതുവെ മടിച്ചു നിൽക്കുന്നത്. ആ ഒരു ഇതാണ് കാണുന്നത് പൊതുവെ. അതൊരു ഭീഷണി തന്നെയാണ്. ഉണ്ട്. അശ്വന്ത്, നാട്ടിൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലികളിലേക്ക് ആളുകൾ പോവാണ്. 2 പേരും ഉള്ളെങ്കിൽ അവനൊരു വീട് എടുക്കണം. ഏത് ചെറിയവനും സ്വന്തമായ വീട്, സ്വന്തമായ കോമ്പൗണ്ട്, സ്വന്തമായ കൂര, ഈ നിലക്ക് നമുക്കിന്ന് റോഡ് വേറെ എവിടെയും സ്ഥലം കാലിയില്ലാത്ത നിലയിൽ കേരളം പോവുകയാണ്. വൈദ്യുതിയുടെ ഉപയോഗം ഈ രീതിയിൽ പോകുമ്പോൾ നിങ്ങൾ ആർക്കിടെക്റ്റുമാർ, വീടുകൾ രൂപകൽപ്പന ചെയ്യുന്നതിലെ വിദഗ്ധരായ നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം എന്താണ്? ഏറ്റവും ലളിതമായ ഭാഷയിൽ. ഏറ്റവും ലളിതമായിട്ട് പറയുന്നത് വെച്ചാൽ 2 രീതിയിൽ നമുക്കിത് കുറക്കാൻ പറ്റും. വൈദ്യുതി നമ്മൾ എടുക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നത്. ഒന്ന് ആക്റ്റീവായിട്ടും ഒന്ന് പാസീവായിട്ടും. ആക്റ്റീവായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ വെച്ചാൽ നമ്മൾ എനർജി എഫിഷ്യൻ്റ് ആയ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ AC ഉണ്ടെങ്കിൽ AC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 സ്റ്റാറോ 5 സ്റ്റാറോ. അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ജാസ്തി ആണെങ്കിലും അത് നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ്സ് തരും. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എത്രയൊക്കെ ഡിവൈസസ് യൂസ് ചെയ്തത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഓഫാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള വിധത്തിൽ. ദാറ്റ് ഈസ് നിങ്ങൾ സ്മാർട്ട് ടെക്നോളജി യൂസ് ചെയ്യാം. സ്മാർട്ട് ഹോംസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ മൊമെന്റ് യു എക്സിറ്റ് ദ റൂം. ഈ സ്മാർട്ട് ഹോംസ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ടാവും. ഈ എല്ലാം ഓട്ടോമാറ്റിക് ആവുമ്പോൾ നിലവിൽ സാധാരണ മാനുവലായിട്ട് നമ്മൾ ചെയ്യുന്ന ഇലക്ട്രിഫിക്കേഷൻ കാര്യങ്ങളിൽ മൊത്തത്തിലൊരു മാറ്റം വരും. അതുണ്ടാകുന്ന കോസ്റ്റ്
ഡബിൾ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ഫുൾ ഫുൾ സെൽത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് നമുക്കിപ്പോൾ സോക്കറ്റ്സിന്റെ അകത്ത് തന്നെ അവൈലബിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഈ സോക്കറ്റ് എത്ര പെർസെന്റേജ് വരെ കൂടാൻ സാധ്യതയുണ്ട്? നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 20% അത്രേ ഉള്ളൂ. ഷോർട്ട് ഫുൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി. എന്തുകൊണ്ട് ഇപ്പോഴും ആളുകൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഓൾറെഡി അവർ സിസ്റ്റം ചെയ്തു കഴിഞ്ഞു. ടോയ്ലറ്റിൽ നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ ലൈറ്റ് കത്തും, അടുക്കളയിൽ നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ ലൈറ്റ് കത്തും, ഹാളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ ലൈറ്റ് കത്തും, ഇറങ്ങിയാൽ ലൈറ്റ് ഓഫ് ആകും. എന്തുകൊണ്ട് കേരളത്തിൽ ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വരാത്തത്? നിങ്ങളത് പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും അത്? അഗെയിൻ നമ്മളൊരു പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അത് അക്കോമഡേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം വന്നിട്ട് കുറെ കാലമായല്ലോ. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ഇന്റർനെറ്റ് വന്നിട്ട് കേരളത്തിൽ എത്ര കാലം? നമ്മൾ കൊറോണയുടെ ശേഷമാണ് നമ്മൾ ഇന്റർനെറ്റ് ഫുള്ളായിട്ട് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അടുത്ത കൊറോണ വരണം, ഇപ്പൊ അതിലെന്തെങ്കിലും ടെക്നോളജി പഠിക്കണമെങ്കിൽ. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായാൽ ഇതെല്ലാം പഠിക്കുവാണ് അല്ലേ? അതെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ടെക്നോളജിന് ബേസിസ് ആയിട്ട് വരുന്നത് വൈഫൈ കണക്ഷൻസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് നമ്മൾ ഈ സ്മാർട്ട് ടെക്നോളജി ഫോണാണ്. അപ്പൊ ഈ വൈഫൈ നമ്മൾ ഇപ്പൊ വൈഫൈ ഇല്ലാത്ത വീട് ഏതാണുള്ളത്? ഇല്ല. ഇപ്പൊ കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് 36 ലക്ഷം കണക്ടിവിറ്റി ഉണ്ട്. 36 ലക്ഷം കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും നമ്മൾ ഈ പറയുന്ന 3.5 കോടി ജനം എന്ന് പറയുമ്പോൾ അതിനകത്ത് 36 ലക്ഷം കേരള വിഷന്റെ, ഞങ്ങളുടെ തന്നെ കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ മറ്റ് സ്വകാര്യ കമ്പനികളുടെ വേറെയും. അപ്പോൾ എല്ലായിടത്തും ഓൾമോസ്റ്റ് ഇപ്പോൾ വൈഫൈ ഉണ്ട്. അതെ. അപ്പോൾ പിന്നെ ഇതിന് പോസിബിലിറ്റി കൂടിയില്ലേ? ഇപ്പൊ ഡെഫിനറ്റ്ലി പോസിബിലിറ്റി കൂടി. അതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു ഓപ്ഷൻ വരുന്നു. ഇപ്പൊ അലക്സയും വന്നു, ഗൂഗിൾ ഇതും വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി ഫോൺ യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് വരെ ജസ്റ്റ് നമുക്ക് വോയിസ് കമാൻഡ് വെച്ചിട്ട് ഈ സാധനങ്ങൾ വർക്കിപ്പിക്കാം. ജയപ്രകാശ്, ഈ സോളാർ വെക്കുന്നതിൽ ആളുകൾ ഭയപ്പെടുന്നത് ഇലക്ട്രിസിറ്റി എന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ഭീഷണിയാണ്, ആ ബോർഡിൻ്റെ. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ നാട്ടുകാരെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? സോളാർ കേരളത്തിൽ ഇത്രയും വ്യാപകമായത് KSCB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പ്രോജക്റ്റ്, അതായത് സൗര പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ട് കേരളത്തിലെ എല്ലാ റൂഫ് ടോപ്പിലും വൈദ്യുതി ഉൽപ്പാദനം വേണം. കാരണം വരുന്ന ഫ്യൂച്ചറിൽ ഒരു 5-10 വർഷം കഴിയുമ്പോഴേക്ക് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നിലവിൽ നമ്മുടെ ഇപ്പോഴുള്ള മെത്തേഡുകളൊന്നും പോരാ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് KSCB ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചതാണ്. അതിൽ ഒരുപാട് സ്കീമുകൾ ഉണ്ടായിരുന്നു. ആളുകളെ വല്ലാത്ത രീതിയിൽ ഈ സോളാർ ഇൻസ്റ്റലേഷൻ്റെ ചിന്ത വന്നത് അതിലൂടെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും സോളാർ ഇൻസ്റ്റലേഷനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു നിലപാട്. നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇന്ന് പൂർണ്ണമായിട്ടും സോളാറിലാണ്. കേരളം ഇതങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ വൈദ്യുതി ബോർഡ് എന്ന് പറഞ്ഞ സാധനം തന്നെ അപ്രസക്തമാകും എന്നൊരു ഭയമുണ്ടോ ശരിക്കും? ഇല്ല. അതായത് ഏതൊക്കെ വീടെടുക്കുമ്പോഴും അവന് കണ്ടുണ്ടാക്കാൻ പഠിക്കും. ഈ പറഞ്ഞ മാലിന്യത്തിൽ നിന്നും ചാണകത്തിൽ നിന്നും കാറ്റിൽ നിന്നും കടൽ വെള്ളത്തിൽ തീരദേശത്തുള്ളവർ മുഴുവൻ കടൽ വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ. ഓക്കെ. അല്ല, അതിലുള്ള ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫേം എനർജി എന്നാണ് നമുക്ക് സോളാറിന് പറയാൻ പറ്റുക. കാരണം വെയിലുള്ള സമയത്ത് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ. നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് വൈദ്യുതി ആവശ്യം 24 മണിക്കൂറും വേണം. അതിലേറ്റവും കൂടുതൽ സാധാരണഗതിയിൽ നമ്മുടെ പൊതുവെ പരിശോധിക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആയാലും ഗാർഹികത്തിന് ആവശ്യത്തിനൊക്കെ ആയാലും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് സൂര്യപ്രകാശം ഇല്ലാത്ത സമയങ്ങളിലാണ്. അപ്പോൾ ഒരു അൾട്ടർനേറ്റ് ആയിട്ട് നേരെ ഷിഫ്റ്റ് ചെയ്ത് സോളാറിലേക്ക് മാറുക എന്നുള്ളത് നിലവിലുള്ള സാങ്കേതിക വിദ്യ വെച്ചിട്ട് അപ്രായോഗികമാണ്. എപ്പോഴും എവിടെ നമ്മൾ എത്രമാത്രം ഏത് രാജ്യത്തായാലും ഇൻഫേം എനർജി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനെ താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഫേം എനർജി, അതായത് ഒന്നുകിൽ ജലവൈദ്യുതി അല്ലെങ്കിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുതി പദ്ധതികൾ, കൽക്കരി അല്ലെങ്കിൽ പെട്രോൾ, ആ നിലക്ക് അതിനെ താങ്ങാവുന്ന നിലയിൽ റെഡിയായി നിൽക്കണം. കാരണം എപ്പോഴാണ് സോളാർ ഉൽപ്പാദനം ഒരു പാനലിൽ കുറയാന്ന് പറയാൻ പറ്റില്ല. ഒരു കാർമേഘം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനത്തിൽ അതിന് കണക്കായിട്ടുള്ള കുറവുണ്ടാവും. അങ്ങനെ കുറവുണ്ടാകുമ്പോൾ ഉപഭോഗത്തിൽ നമുക്ക് ആ കുറവ് കാണില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഉൽപ്പാദനത്തിനനുസരിച്ച് ഉപഭോഗത്തിനനുസരിച്ച് ഉൽപ്പാദനം അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് ഈ ജനറേഷൻ ഒരേ നിലക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പം എന്ത് ചെയ്യും? ഗ്രിഡ് കൊളാപ്സ് ആവും. എന്നുവെച്ചാൽ വോൾട്ടേജ് താഴും. വോൾട്ടേജ് താണു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളെല്ലാം ഡൗൺ ആവും. കാരണം ഒരു സ്പെസിഫൈഡ് വോൾട്ടേജ് ലെവലിൽ മാത്രമേ ഇത് ഫങ്ഷൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഗ്രിഡ് സപ്പോർട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്കിപ്പോൾ ഉപയോഗം കൂടുന്ന എക്സാമ്പിൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു മാസം ഉപയോഗിക്കുന്ന ഒരു വൈദ്യുതി ഉണ്ടായിരുന്നു മുൻപ്. ഞാൻ അതിനുശേഷം സോളാർ പാനൽ വെച്ചു. സോളാർ പാനൽ വെച്ചപ്പോൾ ഞാൻ ആ അഡീഷണൽ ആയിട്ട് അടുക്കളയിൽ ഉപയോഗിക്കുന്നത് ഒക്കെ ഗ്യാസിന് പകരം
ഓവനും അതുപോലെ ഇൻഡക്ഷൻ കുക്കറും ഒക്കെ ആക്കി മാറ്റി. ആക്ച്വലി എന്ത് ചെയ്തു, വൈദ്യുതിയുടെ ഉപഭോഗം നല്ല നിലയിൽ കൂടി. അതായത് എന്റെ കയ്യിൽ എനിക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കോൺഫിഡൻസ് ലെവൽ കൂടിയപ്പോ നിങ്ങളെല്ലാം കൂട്ടി TV കൂടി വാങ്ങിച്ചു. അപ്പൊ എന്തായി, അപ്പൊ ഞാൻ പാനൽ വെച്ചത് കൊണ്ട് ഓവറോൾ വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കുകയാണ് ചെയ്തത്. ആക്ച്വലി അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പകൽ സമയത്ത് ഇപ്പം രാത്രികാലങ്ങളിലേക്കാനും വൈദ്യുതി ഉപഭോഗം കുറവാണെന്നൊക്കെ പറയുന്നത് സത്യമല്ല. കാരണം സോളാർ ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി കൺസിഡർ ചെയ്യാണ്ടാണ് നമ്മളിത് പറയുന്നത്. ഗ്രിഡിൽ നിന്ന് എടുക്കുന്നതിൽ നോക്കുമ്പോൾ കുറവ് വരുമെങ്കിലും ചെറിയ ചെറിയ സോളാർ പാനൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഒന്നും നമ്മുടെ കണക്കിലേക്ക് അങ്ങനെ വരുന്നില്ല. ആക്ച്വലി കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പകലായാലും രാത്രി ആയാലും വൈദ്യുതി ഉപയോഗം ഒരു നേർരേഖയായിട്ട് വന്നിട്ടുണ്ട്. മുൻപ് നമ്മൾ പറയാം ഹിമാലയ പർവ്വതം പോലെ എന്നാ പറയാം, വൈകുന്നേരം 6 മണി കഴിഞ്ഞ് ഇതിങ്ങനെ ഉയർന്ന് ഒരു 9 മണി 10 മണി ആകുമ്പോൾ താഴ്ന്നു പോകും. നമ്മളതിന്റെ ഗ്രാഫ് നോക്കിയാൽ സ്റ്റേബിളായി. ഇദ്ദേഹം പറയുന്നത് പോലെ ഈ സോളാർ നമുക്ക് ഈ വെയിലുള്ള സമയത്ത് മാത്രമാണോ അതിന്റെ കിട്ടുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇത് ഡേ നമുക്കിത് സോളാർ നമുക്കിതിപ്പം 2-3 രീതിയിൽ ചെയ്യാം. അത് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പൊ ഡേ കൺസ്യൂമേഴ്സ് മാക്സിമം ആണെങ്കിൽ അവർക്ക് അൺഅക്കൗണ്ടഡ് കറണ്ട് നമുക്ക് മാക്സിമം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ കൊടുക്കാം. അതെ അതെ അതെ. അതിനനുസരിച്ചുള്ള മോഡ്യൂളുകൾ യൂസ് ചെയ്യാം, മീൻസ് പാനലുകൾ. എന്നുവെച്ചാൽ ഇപ്പം വെയിൽ തീർത്തുള്ളപ്പം ഓടുന്ന ടൈപ്പ് പാനലുകളുണ്ട്, വെയിൽ ഇച്ചിരി കുറവാണേലും ഓടുന്ന ടൈപ്പ് പാനലുണ്ട്, വെയിൽ തീർത്തില്ലെങ്കിലും ഓടുന്ന ടൈപ്പ് പാനലുണ്ട്. പക്ഷെ അതൊന്നും നമുക്കിവിടെ അഫോർഡബിൾ അല്ല. HP പാനലുകളാണ് ഏറ്റവും ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും ഉണ്ട്. ഞങ്ങൾ തൃശ്ശൂർ സൈഡിലൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, തൃശ്ശൂർ എറണാകുളം സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1 കിലോവാട്ടിന് തന്നെ ഏകദേശം 1.5 ലക്ഷം രൂപ ആ മൊഡ്യൂളുടെ തന്നെ കോസ്റ്റാണ്. പക്ഷെ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മാർക്കറ്റിൽ അത് അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ അവൈലബിൾ അല്ല. നിലവിലുള്ള ജനസംഖ്യയിൽ എത്ര പെർസെന്റേജ് സോളാറിലേക്ക് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ? ഹാർഡ്ലി എനിക്ക് തോന്നുന്നു ഒരു 30% to 30 അത്രേ വന്നിട്ടുള്ളൂ. സോളാർ വെക്കുന്ന ഈ വൈദ്യുതി വകുപ്പിനെ തൊടാതെ അവരെ ഈ ഭീഷണി ഒന്നും ഇല്ലാതെ ഒരാൾ സോളാർ വെക്കാൻ പറ്റും? ഒരിക്കലും അത് കേരളത്തിൽ പറ്റത്തില്ല. ബിക്കോസ് ഇപ്പോഴത്തെ കൺസംഷന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പം നമുക്കിപ്പോൾ ഓൺ ഗ്രിഡ് ഇപ്പം വെച്ചു ഒരു വീട്ടിലേക്ക്, ഡേ ടൈമിലെ കൺസംഷൻ കഴിഞ്ഞിട്ടുള്ള കറണ്ട് മൊത്തം നമുക്ക് ഒരു റിസർവ് ചെയ്യാനുള്ള ഒരു സോഴ്സ് വീട്ടിൽ ഇല്ല. ഒരു ഓൺ ഗ്രിഡ് നമുക്ക് ആവശ്യമുള്ള പണ്ടൊക്കെ നെല്ല് കൊയ്ത് നമ്മൾ 10,000 സൂക്ഷിക്കുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉണ്ടാക്കി നമുക്ക് സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ടെക്നോളജീസ് ഒക്കെ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ഇപ്പം ഹൈബ്രിഡ് ടെക്നോളജി ഉള്ള ഇൻവെർട്ടേഴ്സ് വരുന്നുണ്ട്. അത് ഇനീഷ്യൽ സ്റ്റേജസിൽ ബോർഡ് അതിന് അപ്രൂവൽ ഒന്നും തരുന്നില്ലായിരുന്നു. ഇപ്പൊ അതിന് അപ്രൂവലൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കേ നമുക്കതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെ കോമൺ മാൻ അഫോർഡ് ചെയ്യാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്കീംസും ടാക്സൈസേഷൻസ് എല്ലാം റിഡ്യൂസ് ചെയ്യാനും അങ്ങനെയുള്ളതൊക്കെ വന്നാൽ മാത്രമേ ഇതൊക്കെ സാധാരണക്കാർക്ക് വെക്കാനുള്ള ഒരു ഇതിലോട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ആളുകൾ വീടെടുക്കാൻ, ഒരു കോൺസെപ്റ്റ് വീട് ബിൽഡിംഗെല്ലാം എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം സൗരോർജ്ജ പദ്ധതികൾ അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ടോ? കാരണം ഇപ്പം നല്ല മഴ കിട്ടുന്നു, നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്, നമ്മുടെ കയ്യിൽ ആവശ്യം സംവിധാനമുണ്ട്, കടൽ തീരത്താണ്, എന്തുകൊണ്ട് കടൽ വെള്ളം ഉപയോഗിച്ച് അത്തരത്തിലുള്ള കാര്യം ആലോചിച്ചുകൂടെ? അങ്ങനെയൊക്കെ ഒരു ചിന്ത വരുന്നുണ്ടോ നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേങ്കിൽ അറ്റ് ദ സെയിം ടൈം അതിനുള്ള ടെക്നോളജിയും ഇവർ പറഞ്ഞ പോലെ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് വളരെ ഹൈ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഈ കടലിലെ സാധനം വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ ആ സോൾട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര ഹെവിയാണ്. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ കണ്ടന്റ് സോൾട്ട് കണ്ടന്റ് ഇൻക്രീസ് ആയതുകൊണ്ട് നിങ്ങൾ ഉള്ള എക്യുപ്മെന്റ്സ് മോശമാനുള്ള ചാൻസസും കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള കൽക്കരി യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ. അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജനറേറ്റർ വെച്ചിട്ട് എത്രത്തോളം നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ച് കഴിഞ്ഞാൽ ആ സെയിം എഫക്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു ദാറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഞങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരു 1 hour or 2 hour ആ ജനറേറ്റർ റൺ ചെയ്യാന്നല്ലാണ്ട് അത് ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ ഉണ്ട്, വിൻഡ് ഉണ്ട്, ബയോഗ്യാസ് ഉണ്ട്. ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ സാധനങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ബാറ്ററിയിലേക്ക് അല്ലാണ്ട് നമുക്കിപ്പം കുറച്ച് തണുപ്പ് കാലം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ചൂടുവെള്ളം വെച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രിഡിൽ പോകാണ്ട് ഡയറക്റ്റ് ഹീറ്റഡ് വാട്ടർ ആയിട്ട് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. അത് സോളാർ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ബയോഗ്യാസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മീത്തേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം, എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാതെ തന്നെ അതിന് നിങ്ങൾക്ക് വേറെ രീതിയിൽ ആ എനർജീനെ യൂസ് ചെയ്യാൻ പറ്റും.
ഇനി കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് മാത്രമല്ല അത് സോഴ്സ് ചെയ്യുന്ന സ്ഥലം കൂടി നമ്മൾ ആലോചിച്ചിട്ട് ആക്കുന്നുണ്ടെങ്കിൽ ഈ എംബോഡീഡ് എനർജി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ദാറ്റ് ഈസ് എല്ലാ ഓബ്ജക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ വാങ്ങിക്കുന്നതിനെല്ലാം അതിൻ്റെ അകത്ത് ഇൻബിൽട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു എമൗണ്ട് ഓഫ് എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും കുറവ് എനർജി സ്പെൻഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സാധാരണ ഒരു ബ്രിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആ ബ്രിക്ക് ഉണ്ടാക്കാൻ എത്ര എനർജി എടുക്കുന്നുണ്ട് നിങ്ങൾ എപ്പം ആലോചിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അതിന് ചൂടാക്കിയിട്ട് അതിനെ ഡ്രൈ ആക്കിയിട്ട് ഉപയോഗിക്കുന്നതിനെയും കാട്ടി എത്രയോ സുഖത്തിൽ നിങ്ങൾക്ക് മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. ആ മണ്ണ് യൂസ് ചെയ്യുന്ന എനർജി അത്രയും കുറവാണ്. അതേപോലെ തന്നെ നിങ്ങൾ കോൺക്രീറ്റ് യൂസ് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധത്തിലേക്ക് നമ്മൾ വരണം, പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് അത് അഡാപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമുക്ക് ശ്രീ ജയപ്രകാശിലേക്ക് പോകാം. ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പണി 80% വൈദ്യുതി വാങ്ങുക, 20% ഉണ്ടാക്കുന്നുള്ളൂ. ഇത് വാങ്ങി വിതരണം ചെയ്യേണ്ട ഒരു പണി മാത്രമാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ 20 നിന്ന് 80 വൈദ്യുതി ബോർഡിന് ഇതുവരെ എത്താൻ സാധിച്ചിട്ട്? ദീർഘകാലത്തെ അനുഭവ പരിചയമുള്ള അവരുടെ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് ഭാരവാഹിയാണ്. എന്താണ് താങ്കൾക്ക് അതിനകത്ത് പറയാനുള്ള മറുപടി? യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക, അതാണ് സ്വാശ്രയത്വം. പക്ഷേ നമുക്കുള്ള പരിമിതി എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു, സോളാറിൽ നമുക്കൊരു ലിമിറ്റ് വരെ പോകാൻ പറ്റും. പക്ഷേ ഒരു ലിമിറ്റിനപ്പുറം ഒരു മുൻപ് നമ്മളൊക്കെ പറയുന്നത് ഒരു 15% വരെ താങ്ങാം. കാരണം അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബാക്കിയുള്ളവർ അത് മീറ്റ് ചെയ്തോളും. അതിൽ കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാങ്കേതികത വെച്ചിട്ട് പ്രയാസം വരും. പിന്നെയുള്ളത് നമുക്ക് അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തെ സംബന്ധിച്ച്. സോളാറൊക്കെ ഈ വൈദ്യുതി വകുപ്പ് സോളാറിലൂടെ സൗരോർജ സംവിധാനത്തിലൂടെ എത്ര വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്? ഇപ്പൊ നമുക്ക് 1000 മെഗാവാട്ട് ആയി നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാപിത എന്നിട്ട് ചലിക്കുന്നില്ല, 20% നിൽക്കുകയാണ്. അതായത് എന്തുകൊണ്ട്? ഇത്രയും വലിയ മിഷനറി ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്, നാടൊട്ടുക്ക് ജീവനക്കാരുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പം നമ്മുടെ ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉള്ളത് ഓരോ സ്ഥലത്തും, അവിടെയും വേണമെങ്കിൽ സോളാർ ആലോചിക്കാം. നിങ്ങൾ അങ്ങനെ ആസൂത്രണം എന്തെങ്കിലും നടക്കുന്നുണ്ടോ വൈദ്യുതി? സോളാറിന്റെ കേസിൽ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഒക്കെ കൂട്ടി പോകുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന എനർജിയും കൂടി ഒരു ഘടകമാണ്. നമുക്കൊരു താപനിലയും 1000 മെഗാവാട്ടിൻ്റെത് നമുക്ക് സ്ഥാപിച്ചാൽ അവിടുന്ന് കിട്ടുന്ന എനർജിയുടെ ഒരു 40% മാത്രമേ ഒരു സോളാർ നിലയം ആ നിലക്ക് സ്ഥാപിച്ചാൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് യൂണിറ്റ് എനർജി ലഭിക്കുന്നതിൽ കുറവുണ്ട്. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ ഒരു സോളാറിൽ, പക്ഷേ കേരളത്തിൽ കഴിഞ്ഞൊരു 8 വർഷം കൊണ്ട് 16 മെഗാവാട്ടിൽ നിന്നാണ് 1000 മെഗാവാട്ടിലേക്ക് നമ്മൾ വന്നത്. വലിയ പ്രോസസ്സ്, കൺസ്യൂമേഴ്സ് ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് ചേർന്നുകൊണ്ട് വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ നടക്കുന്നതൊക്കെ കൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഒരു ലോഡ് ഷെഡിംഗ് ഒന്നും നേരിടാതെ പോകുന്നത് ഇതുകൊണ്ടാണ്. പിന്നെയുള്ളത് ജലവൈദ്യുത പദ്ധതി, നമുക്ക് കുറേ സാധ്യതകൾ, പൂയംകുട്ടിയുണ്ട്, ആതിരപ്പള്ളിയുണ്ട്, അങ്ങനെ ഒരുപാട് സാധ്യതകൾ എല്ലാം നമുക്ക് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് അതിലൊന്നും കഴിയില്ല. പിന്നെയുള്ളത് നമുക്ക് സാധ്യത എന്താണ്? താപവൈദ്യുത നിലയങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പൊ അതിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കൽക്കരി ആണ് അതിൽ പ്രധാനമായിട്ട് ഒന്ന് എടുക്കേണ്ടത്. കൽക്കരി വലിയ രീതിയിൽ ക്ഷാമമുണ്ട്, പുറത്തുനിന്ന് വലിയ ട്രാൻസ്പോർട്ടേഷൻ വേണം. പിന്നെ അതിൻ്റെ കൽക്കരി നിലയങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. അതായത് വലിയ വിവാദങ്ങൾ നമ്മളൊരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകും. പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചാണക വെള്ളം, ന്യൂസിലൻഡ്, സ്വിറ്റ്സർലൻഡ് ഒക്കെ ആ ലെവലിലൊരു ചാണക വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വലിയ റിസർച്ച് നടത്തും. അവരതിനകത്ത് വിജയിക്കും. അതായത് അത്തരം ചിന്തകളൊക്കെ നമുക്ക് പോകുന്നുണ്ട്. ഇന്നോവേറ്റീവ് ബയോ അതൊക്കെ നമുക്ക് ഇന്നോവേറ്റീവ് ടെക്നോളജി എന്നുള്ള രീതിയിൽ ചെറിയ അളവിൽ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ട സാധനം. പക്ഷെ നമ്മളൊരു വലിയ കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത എന്നുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുമ്പോൾ അതൊന്നും നമുക്കൊരു പ്രായോഗിക പരിഹാരമായിട്ട് കാണാൻ പറ്റില്ല. എന്താണ് മാത്യു ഒരു ചോദ്യം? ഇപ്പം നമ്മൾ ഈ ചെറിയ 1000 സ്ക്വയർ ഫീറ്റ്, 550 സ്ക്വയർ ഫീറ്റിൽ എടുക്കുന്ന വീട്ടിൽ പോലും എയർ കണ്ടീഷൻ മസ്റ്റ് ആകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. പകലായാലും രാത്രിയായാലും കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ കൊച്ചു വീടുകൾ, ഇപ്പം ഇവരൊക്കെ ആർക്കിടെക്ട് ലെവലിൽ ചിന്തിക്കുമ്പോൾ അവർ ഒരു അത്യാവശ്യം സമ്പന്നരാണ്. ആ ലെവലിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ സഹായം തേടുക. ഒരു സാധാരണക്കാരൻ വീട് വെക്കുമ്പോൾ അവൻ 2 റൂം ഉണ്ടാക്കുന്നു, വാർപ്പാക്കുന്നു, അവനൊരു AC വേണമെങ്കിൽ AC വെക്കുന്നു. ഇപ്പോൾ സാധാരണക്കാർ മുതലുള്ള മനുഷ്യർക്ക് ഒരു 500 സ്ക്വയർ ഫീറ്റോ 1000 സ്ക്വയർ ഫീറ്റിലോ വീടെടുക്കുന്നവന് എങ്ങനെ ഇക്കാര്യത്തിൽ സ്വയം പര്യാപ്തത സോളാറിൻ്റെ സഹായത്തോടെ നേടാൻ പറ്റും? അതായത് ബേസിക്കലി ഇപ്പം ഒരു വീട് കണക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മളൊരു A ക്ലാസ് എഞ്ചിനീയറുടെ ലൈസൻസും കോൺട്രാക്ടർ സർട്ടിഫിക്കറ്റും ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു കണക്ഷൻ തന്നെ കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു 750,000 സ്ക്വയർ ഫീറ്റ് വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പം
ഇത്ര കണക്റ്റഡ് ലോഡ് കാണിക്കുമ്പോൾ അത്ര സ്ക്വയർ ഫീറ്റ് അല്ല, അത്ര വീട്ടിലുള്ള കണക്റ്റഡ് ലോഡ് ബേസ് ചെയ്ത് ഇത്ര 1000 വാട്ട് കണക്റ്റഡ് ലോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 2 കിലോവാട്ട് സോളാറിൻ്റെ പ്ലാന്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് കണക്ഷൻ തരത്തില്ല എന്നുള്ളൊരു നിർബന്ധത്തിലോട്ട് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ കസ്റ്റമർ മാറി ചിന്തിച്ചു കൊടുക്കും. അതൊരു വേറെ വിഷയം. പക്ഷെ അത് അവന് അഫോർഡബിൾ ആയിരിക്കണം. സബ്സിഡി കൊടുക്കണം. സബ്സിഡി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അല്ല, സബ്സിഡി ഉണ്ട്. ബട്ട് സബ്സിഡിയെ കുറിച്ച് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അടുത്തതിന് ഇവൻ ഇത് മേടിച്ചാണ് ഇവരിത് വേണോ വേണ്ടോ ഇത് വെച്ച് കഴിഞ്ഞ് ഞാൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിക്കൊണ്ട് ലോൺ കൊടുത്തൊക്കെ എനിക്ക് ചിലപ്പോൾ ഇത് വെക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞ് ചിലപ്പോൾ 6 മാസം വേറെ പണി വരും. ഇത് മൊത്തം ഇതാ ഇപ്പൊ പോവാണ്. നാളെ തൊട്ട് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചതിനൊരു തുക ഞങ്ങൾ തരും. ഇതൊക്കെ 2 രൂപ ഞങ്ങൾ അങ്ങോട്ട് എടുക്കും. നിങ്ങൾ അങ്ങോട്ട് എടുക്കുന്നതിന് സ്ലാബ് അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് പൈസ തരണം പറഞ്ഞു വരുമ്പോഴത്തേനും സാധാരണക്കാരൻ അത് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടോ? അതായത് നമ്മള് നിലവിൽ നമ്മുടെ റെഗുലേഷനിലൊന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷേ എല്ലാ കാലത്തും ഇങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാല് അതായത് വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വൈദ്യുതി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് സപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ നിലനിർത്തണം. ആ സപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ നിലനിർത്തുന്നതിന് ഒരു ചെലവുണ്ട്. നമ്മുടെ പേയിങ് കപ്പാസിറ്റി കൂടിയ ആളുകളൊക്കെ ഈ രീതിയിൽ സോളാറിലേക്ക് അങ്ങ് മാറി മാറി പോകുമ്പോൾ ഈ ചെലവായിട്ട് തന്നെ അവിടെ നിൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കും? അപ്പൊ ആ ചെലവ് ആളുകൾ, അതായത് ആരാണോ ഇതിലേക്ക് കടന്നു പോകാത്തത് അവർക്ക് കൂടുതൽ ബർഡൻ ഉണ്ടാക്കി വരും. അപ്പൊ അത് ഒരു പരിധിവരെ തടയണം. നമ്മുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ എല്ലാ മനുഷ്യനും വൈദ്യുതി ഉപയോഗിക്കാനുള്ള അവകാശമാണ് വേണ്ടത്. അപ്പൊ അതിനുള്ള സംവിധാനം ഇതിന്റെ അകത്ത് തന്നെയുണ്ട്. ഈ പറയുന്ന ഈ സാധനത്തിൽ ഈ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നെറ്റ് മീറ്ററിംഗ് ആണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് 1 മെഗാവാട്ട് താഴെയുള്ളവർക്കൊക്കെ ഉള്ളത്. അത് 2 പുതിയ സംവിധാനങ്ങളാണ്. അതിന്റെ ഡെഫിനിഷനായിട്ട് മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കരടായിട്ട്. ഒന്ന് ഗ്രോസ് മീറ്ററിങ്ങും മറ്റേത് നെറ്റ് ബില്ലിങ്ങുമാണ്. അതിൽ നെറ്റ് ബില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റേണലി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നതിന് കണക്കില്ല. കുറെ നമ്മുടെ അധികം വരുന്നത് ഗ്രിഡിലേക്ക് കൊടുക്കുമ്പോൾ അതിനൊരു റേറ്റ് ഉണ്ട്, ആവശ്യമുള്ളത് ഗ്രിഡിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു റേറ്റ് ഉണ്ട്. ഈ റേറ്റ് എന്ന് പറയുന്നതിലാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഈ റേറ്റ് ഇപ്പം നമ്മൾ സോളാർ സെറ്റിൽമെന്റ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ അധികമുള്ള വൈദ്യുതിക്ക് ഒരു പൈസ തരുന്നുണ്ട്. ആ പൈസയല്ല യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളൊരു നെറ്റ് ബില്ലിങ് വരുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത്. ആ പൈസ വരും. അവിടെ ആ റേറ്റ് നിശ്ചയിക്കുന്നത് കമ്മീഷനാണ്. അപ്പോൾ നിലവിലുള്ള രാജ്യത്താകെ വൈദ്യുതി ഉൽപ്പാദന വിലയായി ബന്ധപ്പെട്ടിട്ടേ ആ റേറ്റ് നിശ്ചയിക്കൂ. ഉപഭോക്താക്കൾക്ക് അതൊരു ഭയമായിട്ട് വരേണ്ടതില്ല. ഇപ്പോഴത്തെ റേറ്റ് അല്ല. ഒരു ചോദ്യം, നിങ്ങൾ ഈ ആർക്കിടെക്റ്റുമാർ ആധുനിക കാലഘട്ടത്തിൽ നിങ്ങളൊരു അവിഭാജ്യ ഘടകമാണ് നിർമ്മാണ ലോകത്ത്. പക്ഷേ സാധാരണക്കാരിലേക്ക് ഇന്നും ഇറങ്ങിച്ചെല്ലാൻ പലപ്പോഴും നമ്മുടെ ആർക്കിടെക്റ്റുമാർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സാധാരണ മനുഷ്യർ വീടെടുക്കുമ്പോൾ അവൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അവൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും. അപ്പോൾ ഉണ്ടാകുന്ന പല ബേർഡനും, ഈ വൈദ്യുതി ബില്ല് വരുന്നത് ഉൾപ്പെടെ പല ശാസ്ത്രീയമായ കാര്യങ്ങളും ചെറിയ ചെലവിലൊരു വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അത് സംബന്ധിച്ച് വ്യക്തമായ ഉപദേശങ്ങൾ നൽകാൻ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇത് 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാം. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ കാലത്തിൽ കുറച്ചും കൂടി എന്താ പറയുക, പണക്കാരാണ് ആർക്കിടെക്ട്സിനെ പോയിട്ട് മീറ്റ് ചെയ്യുന്നതും അവരെടുക്കുന്ന അവരുടെ സർവീസസ് എനേബിൾ ചെയ്യുന്നത്. കാരണം ആ ടൈമിൽ ആർക്കിടെക്ട്സിന്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ എത്ര പേരുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? പെർ ഇയർ തന്നെ നമുക്ക് ഏകദേശം ഒരു 50,000 കുട്ടികൾ പുറത്തേക്ക് 50,000 പേര് ഓരോ വർഷം വരുന്നുണ്ട്. പണ്ട് BEdകാരെ തെരഞ്ഞെടുത്ത് നടക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇനി ആർക്കിടെക്റ്റുകാരെ തെരഞ്ഞെടുത്ത് നടക്കാൻ പറ്റൂല. കാരണം കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുറത്തുനിന്നും കോളേജസ് ഉണ്ട്, കേരളത്തിന്റെ ഉള്ളിലും കോളേജസ് പഠിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഈ ക്ലയൻസ് നമ്മൾ പറയുന്ന സാധാരണക്കാർ അവരുടെ മനസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിടെക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഫീസ് നമുക്ക് എന്തെങ്കിലും 2 കല്ലോ ടൈലോ വാങ്ങിക്കുമ്പോൾ ലാഭിക്കാന്നുള്ള ഇതില്ലാന്ന് പോവാം. പക്ഷേങ്കിൽ അങ്ങനെയല്ല. ഈ ഓരോ സ്ലാബിൽ വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്. ഇപ്പം നമ്മളിടയ്ക്ക് ഒരു സാധാരണക്കാർ നമ്മളിടയ്ക്ക് ഒരു അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഫീസ് നമ്മൾ കുറയ്ക്കാനല്ല നമ്മൾ പറയുന്നത്. നമ്മളെന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ സർവീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ നിങ്ങളെ പ്രൊജക്റ്റിന്റെ കോസ്റ്റിൻ്റെ അകത്ത് നിന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫീസ് അതിൻ്റെ നെഗ്ലിജിബിൾ ആയിട്ട് മാറുന്നതാണ്.
ഇതിപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഒരു ഡിസൈന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ROI നിങ്ങൾക്കൊരു 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് തരുന്ന ഫീസ്, ദാറ്റ് ഈസ് ഒരു ആർക്കിടെക്റ്റിന് കൊടുക്കുന്ന ഫീസ് അവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യും. കാരണം an ആർക്കിടെക്ട് നിങ്ങളെ വീടിന് അനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് തരിക, അല്ലാണ്ട് ജനറൽ ആയിട്ട് ഒരു സാധനം കൊടുക്കുക. ഈ ആർക്കിടെക്റ്റുമാർക്കെതിരെയുള്ള ഒരു പ്രധാന ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺസ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും നിർമ്മിച്ച സാധനം പൊളിപ്പിക്കാൻ വലിയ വ്യഗ്രത കാണിക്കുന്നു എന്നുള്ളതാണ്. അത് കോഴിക്കോട് RK രമേശൊക്കെ പലതും പൊളിപ്പിക്കുന്നത് ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ്. പലപ്പോഴും പണി പൂർത്തിയാക്കി ഫില്ലറിൽ ഇട്ട് കഴിയുമ്പോൾ അത് പറ്റില്ല, അത് ഉഡാൻ പൊളിക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട്, ഒരു ആർക്കിടെക്റ്റ് സഹായം തേടിയ തലവേദന കൂടും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതൊന്ന് ചോദിച്ചു പോകണമല്ലോ. നമ്മളൊരു 10 വർഷം ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടായത്? കയ്യിൽ വരയ്ക്കാൻ ഒരു പെൻസിലുണ്ട്, ഒരു ബോർഡുണ്ട്. ഇതിൻ്റെ അകത്ത് വരച്ച സാധനമാണ് നമ്മൾ സങ്കല്പിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുക, ഒരു ക്ലയന്റിന് കാണിച്ചു തരുക. ഇന്ന് ലാപ്പിൽ നിങ്ങൾ സെക്കൻഡ് കൊണ്ട് നമ്മൾ സാധനം കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടുന്ന സാധനം ഇതാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളത് വർക്കിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും അതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ടില്ല, നമുക്കും അതിനെപ്പറ്റി ഒരു ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് അതിന്റെ എക്സാക്ട് കാഴ്ചപ്പാട് തരാൻ പറ്റുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് അപ്പുറത്ത് ഇപ്പുറത്തുണ്ടോ നമുക്കത് പൊളിക്കേണ്ട ആവശ്യം ഇല്ല. എപ്പോഴും നമ്മളൊരു സാധനം പൊളിക്കുന്നത് ഒന്നിക്ക് എനിക്കത് ഇഷ്ടപ്പെടാണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാണ്ടിരിക്കണം. ഈ ഒരു ഒറ്റ കാരണവശാൽ മാത്രമാണ് ഇത് പൊളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ടെക്നിക്കൽ ഫോൾട്ട്സ് വരുന്നത്, അത് നെഗ്ലിജൻസ് കൊണ്ട് മാത്രമാണ്, അതിന് വേറെ എക്സ്ക്യൂസ്. നമുക്ക് ജയപ്രകാശിലേക്ക് തന്നെ പോകാം. എങ്ങനെയാണ് ജയപ്രകാശ് നമ്മുടെ ഈ പുതിയ കേന്ദ്ര വൈദ്യുതി നയം, അതിനകത്ത് ഒരു സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ BSNL മാത്രം നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു BSNL ജെഇ എന്നെല്ലാം പറഞ്ഞാൽ അദ്ദേഹം രാജ്യത്തെ ഏറ്റവും വലിയ ആളായിരുന്നു, ഏറ്റവും വലിയ പവർഫുൾ പോസ്റ്റായിരുന്നു. ഒരു ടെലിഫോൺ കണക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MP റെക്കമെൻഡ് ചെയ്യണം, കേന്ദ്രമന്ത്രി റെക്കമെൻഡ് ചെയ്യണം, മന്ത്രിമാർ മുഴുവൻ റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ ഒരു റോയൽ സാധനമായിരുന്നു അത്. ശരിക്ക് സ്വകാര്യ മേഖലയിലേക്ക് കടന്നു വന്നപ്പം ഇന്ന് ആർക്കും BSNL എന്താണെന്ന് പോലും അറിയില്ല. ഈ വൈദ്യുതി വകുപ്പും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ശക്തമായ സംവിധാനമാണ്. ജനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അറിയാതെയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് സ്വകാര്യവൽക്കരിച്ച് കിട്ടിയിരുന്നെങ്കിൽ, വില കുറഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങൾക്കിത് വാങ്ങാമായിരുന്നു എന്ന് സാധാരണക്കാരൻ സ്വപ്നം കാണുന്നു. ഈ നയം വന്നാൽ എന്ത് സംഭവിക്കും? അത് ഇന്ത്യയിലെ വൈദ്യുതി മേഖല അല്ലെങ്കിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട നയം രൂപീകരിച്ചത് ശരിക്ക് പൊതുമേഖലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. കാരണം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പൊതുമേഖലയിൽ ആവശ്യത്തിന് വൈദ്യുതി ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ വ്യവസായ ആവശ്യത്തിന് കൊടുക്കുന്ന വിലയേക്കാൾ എത്രയോ മടങ്ങാണ് അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ കിട്ടുന്നത്. കാർഷിക ആവശ്യത്തിന് ചെറിയ നിരക്കിൽ വൈദ്യുതി കൊടുക്കണം, പക്ഷെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് അതൊരു ഉൽപ്പന്നമായിട്ട് വരുമ്പോൾ അതിൻ്റെ വലിയ നിലയിൽ മൂല്യവർദ്ധനം നടത്തും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പൊതുമേഖല വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വന്നത്. വൈദ്യുതി മറ്റു ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈദ്യുതിക്ക് ഒരു വ്യത്യാസമുണ്ട്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റിൻ്റെ ഒരു സവിശേഷത എന്താ? ഒരു സാധനം ഉൽപ്പാദനം വർദ്ധിച്ചാൽ വില സ്വാഭാവികമായിട്ടും കുറയും. പക്ഷെ വൈദ്യുതിയുടെ സ്ഥിതി നമുക്കറിയാം, ഇപ്പോഴും വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് വലിയ വർധനവ് നമുക്കുണ്ട്, പക്ഷേ വൈദ്യുതിയുടെ ലഭ്യതയിൽ അതിനനുസരിച്ചില്ല. കാരണം മാർക്കറ്റിൽ ഒരാൾക്ക് അയാൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, ചെറിയൊരു കണക്കിന്. അവർ 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് അത് ഒരു 5 രൂപക്ക് വിൽപ്പന നടത്തുന്നു. അതേ സാധനം അവിടുന്ന് അവർ ആ 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു 500 യൂണിറ്റായിട്ട് ഉൽപ്പാദനം കുറക്കുക. 500 യൂണിറ്റായിട്ട് ഉൽപ്പാദനം കുറച്ചാൽ 5 രൂപക്ക് വിൽക്കുന്ന സാധനം അവർക്ക് എന്ത് ചെയ്യാം? വില കൂട്ടിയിട്ട് 10 രൂപക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ലാഭത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനേക്കാളും മെച്ചം ഉൽപ്പാദനം കുറച്ച് ഒരു ക്ഷാമം ഉണ്ടാക്കുക എന്നുള്ളത്. അത് പലപ്പോഴും ഈ മേഖലയിൽ നടക്കും. കാരണം ആളുകൾക്ക് ഇന്ന് അത് വേണ്ട, അല്ലെങ്കിൽ ഇപ്പം വില കൂടിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇന്ന് വൈദ്യുതി ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ കഴിയാത്തൊരു സാധനമാണ്. അപ്പോൾ വൈദ്യുതിക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും പൊതുമേഖലയിൽ മാത്രമാണ് ഇത് മികച്ചതായി പ്രവർത്തിക്കുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് ഇതിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വകാര്യവൽക്കരണം ഒരിക്കലും വൈദ്യുതി മേഖലയിൽ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്ന് നമ്മുടെ അനുഭവങ്ങളുണ്ട്. ഒരു സ്ഥലത്തും ഏറ്റവും ആദ്യം ഒറീസയിൽ സ്വകാര്യവൽക്കരിച്ചിട്ട് ആ മേഖല തകർന്ന് തരിപ്പണായതാണ്. ഇപ്പം നമ്മൾ പ്രളയം വന്നപ്പോൾ കേരളത്തിൽ കണ്ടതാണ്. കാരണം നമുക്ക് 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. ഒറ്റ കാരണമേ ഉള്ളൂ, അത് പൊതുമേഖലയിലാണ്. കാരണം എത്ര പൈസ ചെലവ് വരും, അല്ലെങ്കിൽ എത്ര പൈസ അതിൻ്റെ അകത്ത് വരുമാനം കിട്ടും എന്ന് നോക്കിയിട്ടല്ല, സാമൂഹ്യ സേവനമായിട്ട് ഇതിന് ബന്ധം. ഈ രംഗത്തുള്ള ഒരാളാണ്, എന്താണ് എൻ്റെ അഭിപ്രായം? അത് സത്യസന്ധമായിട്ട് പറയാൻ പേടിച്ചിട്ട് പറയാതെ ഇരിക്കണ്ട. അതായത് ഇപ്പം സെൽഫ് സസ്റ്റൈനബിലിറ്റി, അതായത് ഒരു വീട് വെക്കുമ്പോഴേ നമ്മൾ
സോളാർ വെക്കാൻ ഒരു സൈഡ് ഈ നെറ്റ് മീറ്ററിംഗ് ക്രോസ് മീറ്ററിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞത്, വേറൊരു സൈഡിൽ ഇത് പ്ലാന്റ് ഇപ്പൊ ഇച്ചിരി വലുതാക്കി വെക്കാൻ പോലും ആൾക്കാർ മടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് KCBക്ക് കൊടുത്ത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്ന ഒരു തുക എന്ന് വെച്ചാൽ വളരെ തുച്ഛമായ പൈസയാണ്. ഇവര് ബോർഡ് ശരിക്കും പുറത്തുനിന്ന് 8 രൂപ 9 രൂപ 10 രൂപ കൊടുത്ത് കറണ്ട് മേടിക്കുമ്പോൾ സോളാർ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന 2 രൂപ വെറും 2 രൂപ കൊടുക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ അതെ നേരത്തെ പറഞ്ഞത് നമുക്ക് ഈ 10 രൂപ എന്ന് പറയുന്ന റേറ്റ് വൈകുന്നേരത്തെ റേറ്റും 2 രൂപ 90 പൈസയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അത് എന്ന് പറയുന്നത് പകൽ സമയത്ത് നിങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് അധികമുള്ള വൈദ്യുതി എടുക്കുന്ന റേറ്റാണ്. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്രോസ് മീറ്ററിങ്ങിലോ മറ്റൊരു മീറ്ററിങ്ങിലോ പോകുമ്പോൾ ഈ റേറ്റ് ആയിരിക്കില്ല. ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന കമ്മീഷൻ, അത് ബോർഡല്ല നിശ്ചയിക്കുന്നത്, റെഗുലേറ്ററി കമ്മീഷനാണ്. പൂർണ്ണമായിട്ടും ഭരണഘടനാ സ്ഥാപനമാണ് ബോർഡിൽ ഇതിന്റെ ചെലവ്, പർച്ചേസിന്റെ ചെലവ്, എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ഈ റേറ്റ് നിൽക്കുന്നത്. യഥാർത്ഥ ഈ റേറ്റ് വെച്ചിട്ട് നമുക്ക് സോളാറിന്റെ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കമ്പയർ ചെയ്യാൻ കഴിയും. അതിന് ആവശ്യം കഴിഞ്ഞ് വരുന്ന റേറ്റ് മാറ്റും. ഈ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? പ്ലസ് ആവോ മൈനസ് ആവോ? സർവീസസ് എപ്പോഴും പ്രൈവറ്റൈസേഷൻ വരുമ്പോൾ ജനങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, കൂടുതൽ ഗുണകരമാവുമെന്ന് ആകുന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ സാധാരണക്കാരൻ്റെ ഒരു മനസ്സ്. പക്ഷെ ഒരു സ്റ്റെബിലൈസേഷൻ എന്തായാലും വരും. ഇപ്പൊ പ്രൈവറ്റൈസേഷനിലോട്ട് വരുവാണെങ്കിൽ ഇപ്പൊ ടാറ്റ പവർ കൊടുക്കുന്നുണ്ട്, റിലയൻസ് പവർ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ വെച്ചാൽ പവർ എപ്പോഴും സ്റ്റേബിൾ ആണ്. ഇപ്പോഴും KSEB വൈകുന്നേരം ആയി കഴിഞ്ഞാൽ 150-160 ലൈനിൽ വോൾട്ടേജ് ഉള്ള സ്ഥലങ്ങൾ കേരളത്തിൽ അതായത് വോൾട്ടേജ് കുറവൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്കറിയാം ഒരു സ്വകാര്യ വ്യക്തിയാണ് ഇത് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി ലാഭം മാത്രമേ നോക്കുള്ളൂ. അത് ലാഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനത്തിന്റെ ഒരു മനസ്സ് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല സർവീസ് കിട്ടിയാൽ ജനം അതിനനുസരിച്ച് പണ്ട് 150 റുപ്യ ഒരു സാധാരണക്കാരന് കൂലി കിട്ടുന്ന 1000 റുപ്യാണ്. 1100 രൂപ വരെ ഡെയിലി പറമ്പിൽ ജോലി ചെയ്യാൻ വരുന്ന നമ്മുടെ ഒരു സഹോദരൻ വാങ്ങുന്നുണ്ട്. ആ ലെവലിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ അങ്ങനെ ഒരു മനസ്സല്ല ഈ നാട്ടുകാർക്കുള്ളത്. ഇപ്പം സാധാരണക്കാരൻ 50,000 റുപ്യ 30,000 റുപ്യയുടെ മൊബൈലാണ് കൊണ്ടു നടക്കുന്നത്. ആലോചിക്കണം, 3,500 റുപ്യയുടെ മൊബൈലല്ല, ഏത് മിനിമം 15,000 റുപ്യ മൊബൈൽ ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ മാറി. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ മാറ്റം അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ വൈദ്യുതി യൂട്ടിലിറ്റികളെയും നമ്മൾ പല ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സർവീസിന്റെ കാര്യത്തിൽ KSEBക്ക് A+ ആണ്. അതായത് സർവീസ് കണക്ഷൻ കൊടുക്കുന്നത്, അതിന്റെ കംപ്ലൈന്റ് റെക്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ A+ ഗ്രേഡ് ഉണ്ട്. അതായത് ഒരിക്കലും ഒരു പ്രൈവറ്റ് യൂട്ടിലിറ്റിയുമായിട്ട് മത്സരിച്ച് താഴോട്ട് പോകുന്ന സാഹചര്യം സർവീസ് ഡെലിവറിയുടെ കാര്യത്തിൽ KSEBക്ക് ഇല്ല. ഏത് കാര്യം അതായതൊരു പ്രശ്നം. ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിലാണ് ഇപ്പോഴും റോഡിന്റെ സൈഡിലൂടെ ഈ സാധനം പോകുന്നത്. നാട്ടില് മുഴുവൻ ലോകത്തെ എല്ലാ ഭാഗത്തും ഈ സാധനം അണ്ടർഗ്രൗണ്ടായി. നമ്മളെപ്പോഴും കോലിൽ കുത്തി വയ വലിച്ചിരിക്കുക. എന്തുകൊണ്ട് അതിന് പോലും ഒരു മാറ്റം വരുത്താൻ ഈ ആധുനിക കാലഘട്ടത്തിൽ KSEBക്ക് കഴിഞ്ഞിട്ടില്ല? ഇപ്പോഴും KSEB ഒരു കാറ്റ് വന്ന സാധനം വീഴും, ഉടൻ കറണ്ട് പോകും. എന്തേ മാറാത്തത്? അതിലാണ് പ്രശ്നം. അതായത് നമുക്ക് ഈ ചേഞ്ച്, നമുക്ക് നെറ്റ്വർക്ക് ഒന്ന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി നെറ്റ്വർക്ക് ഏറ്റവും വ്യാപകമാണ്. മലയുടെ മുകളിൽ നമുക്ക് ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും വൈദ്യുതി നെറ്റ്വർക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം മുൻഗണന കൊടുത്തത് എന്താ? എല്ലാവർക്കും വൈദ്യുതി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ ഏറ്റവും മുഴുവൻ സമയ വൈദ്യുതി, ഗുണമേന്മയുടെ വൈദ്യുതിയാണ് നമ്മുടെ ലക്ഷ്യം. ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ABC ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എടുത്ത തീരുമാനം, എല്ലാ ലൈനും ഒരു പെർട്ടിക്കുലർ ഇയർ കഴിയുമ്പോഴേക്ക് സർവീസ്, അതായത് കേബിൾ സർവീസിലേക്ക് മാറണം. അതായത് UG കേബിൾ മാത്രമല്ല, ഏരിയൽ ബഞ്ചഡ് കേബിൾ അതിലേക്ക് മാറുക. അതായത് ഇൻസുലേറ്റഡ് കണ്ടക്ടറുകൾ വ്യാപകമാക്കുക. അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഒറ്റയടിക്ക് നമ്മളെടുത്ത് ചിലവാക്കി എന്താ സംഭവിക്കുക? ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് തിരിച്ചു കിട്ടുക? നമ്മുടെ കറണ്ട് ചാർജിലേക്കാണ് അത് ലോഡ് ചെയ്ത് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ നിലയിൽ കേരളത്തിലെ മൊത്തം അങ്ങ് ഒന്നിച്ചങ്ങ് ചെയ്യാന്ന് പോയാൽ അടുത്ത വർഷം വരുന്ന കറണ്ട് ചാർജ് വലിയ രീതിയിൽ വരും. അങ്ങനെ ഉയർത്താൻ പറ്റില്ല. ഘട്ടം ഘട്ടമായിട്ട് നടക്കും. മാറും. ഘട്ടഘട്ടമായിട്ട് മാറും. കേബിൾ ഓവർ ലൈൻ മാറിയിട്ട് നമുക്ക് കേബിൾ അണ്ടർഗ്രൗണ്ട് LT സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കുറച്ചുകൂടി പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഈ ഇന്ററപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ഏരിയൽ ബഞ്ചഡ് കേബിൾ ഉണ്ട്. ലൈൻ പുറത്ത് കാണില്ല, ഇൻസുലേറ്റഡ് കേബിൾ, അത് നമുക്ക് രീതിയിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഈ ഇലക്ട്രിഫിക്കേഷൻ രംഗത്ത് ഇന്ന് ഉള്ള കാലഘട്ടത്തിനനുസരിച്ച മാറ്റത്തിലേക്ക് മനസ്സ് മലയാളികളുടെ വന്നിട്ടുണ്ടോ? എങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഒരു റീഡിങ്? കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എല്ലാ ഡിവൈസസും ഇലക്ട്രിക്കലി എനേബിൾഡ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ പണ്ടത്തെ വീടുകളിൽ ഒരു റൂം എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു സോക്കറ്റേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ബെഡ് ഇട്ട സ്ഥലത്ത് ബെഡിൻ്റെ സൈഡിൽ 2 സോക്കറ്റ് ഉണ്ട്. ഭാര്യയ്ക്ക് ഒരു സോക്കറ്റ് ഉണ്ടാവും, ഭർത്താവ് സോക്കറ്റ് ഉണ്ടാവും.
ടി വി കുത്താൻ വേണ്ടിയിട്ട് ചുമലിൽ വേറൊരു സോക്കറ്റ് ഉണ്ടാവും. ടി വി ഇനിയിപ്പോൾ ഇല്ലാതാവും, വലിയ താമസമില്ലാതെ. എന്നാൽ മോഡം കുത്താൻ വേണ്ടിയിട്ട് ഒരു സോക്കറ്റ് വേറെ. ഒരു റൂം എടുത്തിട്ട് സാധാരണ ഒരു സോക്കറ്റ് ഉള്ള സ്ഥലത്ത് നമുക്കിപ്പോൾ എത്ര സോക്കറ്റ്സ് വന്നു? 8ന്റെ അടുക്ക് സോക്കറ്റ്സ്. നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ അത് ട്രിമ്മർ കുത്താൻ വേണ്ടിയിട്ട് വരെ ഇപ്പോൾ സോക്കറ്റ് കൊടുക്കും. ചാർജിങ്ങിന് സ്റ്റേഷൻ ഉണ്ട് അവിടെ, മൊബൈൽ ചാർജിങ്ങിന് ബാത്റൂമിലടക്കം ഇപ്പോൾ സൗകര്യം വന്നു. അപ്പം ആസ് എ കൺസ്യൂമർ എപ്പോഴും കൂടുതൽ ഹൈടെക് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ടെക്നോളജീൻ്റെ മേത്ത് നമ്മളുള്ള ഇതും എന്താണ് ഡിപ്പെൻഡൻസിയും ജാസ്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് വരുന്ന കാലത്തിൽ AI വന്നു കഴിഞ്ഞാൽ അതിനെയും കൂടി ഫുൾ നമ്മൾ കാണേണ്ടി വരും. അതെ അല്ലേ? കാരണം എല്ലാം കൂടി നിങ്ങൾക്ക് ഓട്ടോമേറ്റഡ് ആവുകയും ചെയ്യും. അത് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരികയും ചെയ്യും. ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റൺ ചെയ്യണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയും വൈഫൈയും മസ്റ്റ് ആയിരിക്കും എല്ലാ വീടുകളിലും. മാത്യു, നമ്മൾ ഇപ്പോഴത്തെ സബ്സിഡി സംവിധാനം എങ്ങനെയൊക്കെയാണ് ഈ സോളാറിന്റെ കാര്യത്തിൽ? സബ്സിഡി സംവിധാനം എന്തൊക്കെയാണ്? ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും ബൂം ചെയ്ത് നിൽക്കുന്നത് MNREയുടെ സ്കീമാണ്. അതെന്താണ് അതിന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. എന്താണ് അതിന്റെ പ്രൊവിഷൻസ്? അതിപ്പം 1 കിലോവാട്ട് 2 കിലോവാട്ട് വലിയ പ്രൈസ്. ഈ 2 കിലോവാട്ട് എന്നൊക്കെ പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലാണ്? ഏറ്റവും കുറഞ്ഞ എത്ര കിലോവാട്ടിലാണ് കിലോവാട്ട് നമുക്കിപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ സ്ക്വയർ ഫീറ്റ് ബേസിൽ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ ഇപ്പൊ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നത് 9,000 സ്ക്വയർ ഫീറ്റ് ടു 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വരെ ഞാൻ സോളാർ കൊടുത്തിട്ടുണ്ട്. അവിടെ കൺസംഷൻ ഒരു 2,000 രൂപ 3,000 രൂപ ഉള്ള വീടാണ്. എന്നാൽ വേറെ 700 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടില് 12,000 13,000 അടയ്ക്കുന്ന വീടുകൾ വരുന്നുണ്ട്. എല്ലാം AC ഉണ്ടാവും, ഫുള്ള് ഉപയോഗം. അപ്പൊ ശരാശരി ഒരാള് ഒരു സോളാർ വെക്കണമെങ്കിൽ എത്ര ചെലവ് വരും? ഒരിക്കലും നമുക്കത് ഏറ്റവും മിനിമം ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ ഒരു എന്താ പറയാ ടെക്നിക്കലി എറേഴ്സ് ഒന്നും ഇല്ലാണ്ട് ഹാർമോണൈസേഷൻ എല്ലാം വളരെ കുറവായിട്ട് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 3 കിലോവാട്ട് വേണം. 3 കിലോവാട്ട് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ ചെലവ് വരും? 3 കിലോവാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കിലോവാട്ട് സോളാർ സ്ഥാപിക്കുന്ന ഒരാൾക്ക് ശരാശരി എത്ര വൈദ്യുതി ബില്ലിനെ മറികടക്കാൻ പറ്റും? ഇപ്പൊ ശരാശരി ഈ 3 കിലോവാട്ട് സ്ഥാപിക്കുന്നവൻ മാസം 5,000 രൂപ കറണ്ട് ബില്ല് 2 മാസം കൂടുമ്പോൾ 5,000, 2 മാസമാണ് റീഡിങ്. 5,000 രൂപ അടക്കുന്നതിന് 3 കിലോവാട്ട് മതിയോ? 5,000 രൂപ വരുന്നതിനെ സംബന്ധിച്ചുള്ളത് 3 കിലോവാട്ട് പോരാ, ഒരു 4 കിലോവാട്ട്. അപ്പൊ ഇപ്പൊ ശരാശരി നമ്മുടെ എത്രയാണ് ശരാശരി സാധാരണക്കാരന് വരുന്ന കറണ്ട് ബില്ല് എത്രയായിരിക്കും? നമ്മളിപ്പം ആവറേജ് എടുത്തായി പറയുന്ന ഒരു 1,000 രൂപയ്ക്ക് താഴെ അടക്കുന്നവർ കുറേ അധികം 2,000 രൂപ ഏറ്റവും മറ്റുള്ള 2,000 രൂപ വരുന്ന ഒരു വീട്, സാധാരണക്കാരൻ്റെ വീട്, ആ വീട് എത്ര കിലോവാട്ട് വേണം? നമുക്ക് സാധാരണക്കാരുടെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കാം. ഏറ്റവും ബേസിക്കലി നമ്മൾ 3 കിലോവാട്ടിന് താഴെ പറയത്തില്ല. എത്രയാണ് 3 കിലോവാട്ടിന് കോസ്റ്റ് എത്രയാണ് വരുന്നത്? 3 കിലോവാട്ടിന് ഇപ്പൊ സബ്സിഡൈസ് ഒരു 1,90,000 തൊട്ട് 2,28,000 വരെ സബ്സിഡി നിരക്ക് കഴിഞ്ഞിട്ടല്ല. ഇതിൽ നിന്ന് ഒരു 78,000 സബ്സിഡി. അപ്പൊ 3 ലക്ഷം ആണെങ്കിൽ 78 പോയി 1,90,000 രൂപ തൊട്ട് 2,28,000 രൂപ വരെ നമുക്ക് 3 കിലോവാട്ട് ചെയ്യാം. നമ്മുടെ സമയം തീരുകയാണ്. നമ്മൾ ഈ വൈദ്യുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. വൈദ്യുതി ഇല്ലെങ്കിൽ നമ്മളത് പ്രളയകാലത്ത് നമ്മൾ അറിഞ്ഞതാണ്. വൈദ്യുതി ഇല്ലാത്തതിൻ്റെ ദുരിതം നമ്മൾ അനുഭവിച്ചതാണ്. അപ്പോൾ നമുക്ക് വൈദ്യുതി നമ്മൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് വെള്ളം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നായി വൈദ്യുതി മാറിക്കഴിഞ്ഞു. മാത്രവുമല്ല, നമ്മളിനി പിന്നോട്ട് നടക്കാൻ ഒരലിൻ്റെയും അമ്മിയുടെയും അമ്മിക്കല്ലിൻ്റെയും അലക്കുകല്ലിൻ്റെയും ഒന്നും ഒരു കാലത്തിലേക്ക് ഇനി തിരിച്ചുപോക്കൊന്നും സാധ്യമല്ല. നമ്മൾ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. കൂടുതൽ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാം യാന്ത്രികമാകും. അപ്പോൾ യാന്ത്രികമായി എന്ത് നടക്കണമെങ്കിലും വൈദ്യുതി വേണം. അപ്പോൾ വൈദ്യുതിയിലേക്ക് എങ്ങനെ സ്വയം പര്യാപ്തത നമുക്ക് നേടാം? ഇപ്പോൾ വൈദ്യുതി വകുപ്പിന് ആകെ 20% മാത്രമേ നമുക്ക് സ്വയം പര്യാപ്തത, നമുക്കുള്ള പര്യാപ്തത അതെങ്ങനെ 80 ആക്കാം? അപ്പോൾ അതിനൊരു കൂട്ടായ ചർച്ച, ആലോചന എല്ലാ മേഖലകളിലും വേണം. രാഷ്ട്രീയ നേതൃത്വങ്ങളും പൊതുജനങ്ങളും പുതിയ യുവതലമുറയും. കാരണം ഇതിൻ്റെയൊക്കെ സുഖമിനെ അനുഭവിക്കാൻ പോകുന്നത് വരുന്ന ഒരു തലമുറയാണ്. ഇപ്പം കടന്നു പോകുന്ന യുവാക്കൾ അവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നല്ല ചിന്തയിലേക്ക് നമ്മൾ ജലം എന്നതുപോലെ തന്നെ മണ്ണ്, ജലം അതിനൊപ്പം നിൽക്കുന്ന ഒന്നായി വൈദ്യുതി മാറിക്കഴിഞ്ഞു. പണ്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മണ്ണവിളക്കിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഓർമ്മയുണ്ടാവും, പണ്ട് കല്ലുരച്ച് തീയുണ്ടായ കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അങ്ങനെയൊന്നും നടക്കൂല. നമുക്ക് മുന്നോട്ട് കുതിച്ചേ പറ്റൂ. അതുകൊണ്ട് വൈദ്യുതി എന്നത് നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയേ പറ്റൂ. അതിന് ഉള്ള
നേർരേഖയുടെ ഒരു ചെറിയ ശ്രമമാണ് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളവർ നമ്മോടൊപ്പം പങ്കുവച്ചത്. എന്തായാലും വിലപ്പെട്ട കുറേ അറിവുകൾ പ്രേക്ഷകർക്ക് നൽകാൻ ഞങ്ങൾക്ക് ഈ എപ്പിസോഡിൽ സാധിച്ചിട്ടുണ്ട്. വിലപ്പെട്ട സമയമാണ് ഈ 3 പേരും നേർരേഖയ്ക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും തന്നിട്ടുള്ളത്. നിങ്ങൾ 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.